ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിനകത്ത് പെർക്വിസിറ്റ്സിലെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അഥവാ റെസിഡൻഷ്യൽ അക്കോമഡേഷനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നോക്കുക, ഇൻകം ഫ്രം സാലറി അതായത് ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് അസസിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ്. ഓക്കെ, ഒരാളുടെ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അസസിയുടെ ടോട്ടൽ ഇൻകം കാണണം. ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുക. ഇനി നോക്കിയേ, the gross total income of an assessee is the total of income from different heads of income earned during the previous year. In other words, the following incomes are added together to compute the gross total income of an assessee. നോക്കുക, the gross total income അതായത് അസസിയുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അസസിയുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഏതൊക്കെയാണ് 5 ഹെഡ് എന്ന് പറയുന്നത്? ഒന്ന്, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഈ 5 ഹെഡ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ 5 ഹെഡിലും കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 5 ഹെഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് ഈ 5 ഹെഡ് എന്താണ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം മനസ്സിലായല്ലോ. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി ദ ഗ്രോസ് ടോട്ടൽ ഇൻകംസ് ഓഫ് കമ്പ്യൂട്ടഡ് ഈസ് റിഡ്യൂസ്ഡ് ബൈ ദ ഡിഡക്ഷൻസ് അലൗഡ് അണ്ടർ ചാപ്റ്റർ 6A, ദാറ്റ് ഈസ് സെക്ഷൻ 80C to 80U. അതായത് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കുമ്പോൾ, അതായത് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ടാക്സ് കണ്ടുപിടിക്കുക. ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ആൻ അസസി ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ടോട്ടൽ ഇൻകം അക്കോർഡിംഗ് ടു ദ റേറ്റ്സ് ആപ്ലിക്കബിൾ ഓൺ സച്ച് ഇൻകം. അതായത് ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അസസിയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ്. ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഏതൊക്കെയാണ് 5 ഹെഡ് എന്ന് പറയുന്നത്? പറഞ്ഞേ, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. അത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് വരുന്നത് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറി എന്നുള്ള ഫസ്റ്റത്തെ ഹെഡാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം, സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, വേജസ്, എനി ആനുവിറ്റി ഓർ പെൻഷൻ, ഗ്രാറ്റുവിറ്റി വരും, ഫീ, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് വരും, പ്രോഫിറ്റ് ഇൻ ലി ഓഫ് സാലറി, സാലറിക്ക് പകരമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇനി അഡ്വാൻസ് ഓഫ് സാലറി, ഇനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് ഓഫ് ലീവ് നോട്ട് അവൈൽഡ് ഓഫ് ബൈ ഹിം, ആനുവൽ അക്രീഷൻ വരും, ട്രാൻസ്ഫേർഡ് ബാലൻസ് വരും, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ബൈ ദ ഗവൺമെൻറ് ഓർ എനി അതർ എംപ്ലോയർ. അതായത് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻസ് വരും. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി ഇവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻകം ഫ്രം സാലറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി. സാലറിക്കകത്ത് നോക്കുക, ബേസിക് പേ ഓർ, അതായത് ബേസിക് പേ എന്ന് പറയുന്നത് ബേസിക് സാലറി ആണ്, അല്ലെങ്കിൽ ബേസിക് വേജസ് ആണ്. ഡിയർനെസ് പേ, DP എന്ന് പറയും. സ്പെഷ്യൽ പേ, DA, ഡിയർനെസ് അലവൻസ്, ബോണസ്, കമ്മീഷൻ, ടാക്സബിൾ അലവൻസ്. ടാക്സബിൾ അലവൻസ് തന്നെ കുറേ ഉണ്ട്, നമുക്ക് നോക്കാം.
ദെൻ ടാക്സബിൾ പെർക്വിസിറ്റ്സ് നമുക്ക് ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യാം. അഡ്വാൻസ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി, എനി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് നടത്തിയാൽ, ആനുവിറ്റി ഓർ പെൻഷൻ, ടാക്സബിൾ പോർഷൻ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ, taxable portion of gratuity, taxable portion of compensation or VRS or retrenchment compensation, taxable portion of encashment of earned leave, annual accretion, transferred balance. ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് വരുന്ന 3 ഡിഡക്ഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഒന്ന് ഈ ഡിഡക്ഷൻസ് സെക്ഷൻ 16 പ്രകാരമാണ് നമ്മൾ കുറക്കുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫോർ എനി എംപ്ലോയി, ഇത് 50,000 പഴയ റൂൾ പ്രകാരം 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫോർ ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷൻ ഉണ്ട്. ദെൻ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് അഥവാ പ്രൊഫഷണൽ ടാക്സ് എല്ലാ എംപ്ലോയിക്കും എക്സംഷൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം, ഗ്രോസ് സാലറിയിൽ നിന്ന് കുറക്കാം. ഈ 3 കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ ഓരോ ഐറ്റം നമുക്ക് ഡീറ്റെയിൽഡായി നോക്കിയ ശേഷം നമുക്ക് ഇൻകം ഫ്രം സാലറിയുടെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് പെർക്വിസിറ്റ്സ് ആണ്. നോക്കുക, പെർക്വിസിറ്റ്സ് സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ആണ്. പെർക്വിസിറ്റ്സ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 17 സബ്സെക്ഷൻ 2. എനി കാഷ്വൽ ഇമോൾമെൻറ്റ്സ്, fee or profit attached to an office or position in addition to salary or wages. അതായത് സാലറിക്കും വേജസിനും പുറമെ എംപ്ലോയീസിന് കിട്ടുന്ന അഡീഷണൽ ബെനഫിറ്റ്സ് ആണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. സാലറി അല്ലെങ്കിൽ വേജസിന് പുറമെ എംപ്ലോയിക്ക് കിട്ടുന്ന അഡീഷണൽ ബെനഫിറ്റ്സ് ആണ് ഈ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിമിലർലി പെർക്വിസിറ്റ്സ് മേ ഓർ മേ നോട്ട് ബി കൺവേർട്ടിബിൾ ഇൻ ടു മണി. അതായത് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർക്വിസിറ്റ്സും ഉണ്ട്, ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെർക്വിസിറ്റ്സും ഉണ്ട്. ദെൻ ടാക്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പെർക്വിസിറ്റ്സിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്, ദെൻ ടാക്സബിൾ പെർക്വിസിറ്റ്സ്, ദെൻ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ്. 3 രീതിയിലാണ് പെർക്വിസിറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്, അതായത് ടാക്സ് കൊടുക്കേണ്ടാത്ത അല്ലെങ്കിൽ ടാക്സ് വേണ്ടാത്ത പെർക്വിസിറ്റ്സ് ആണ്. രണ്ടാമത്തത് ടാക്സബിൾ പെർക്വിസിറ്റ്സ്, അതായത് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന പെർക്വിസിറ്റ്സ് ആണ്. മൂന്നാമത്തത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ്. സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രം ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ്. ഈ 3 കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോക്കുക, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്, അതായത് ടാക്സ് ഫ്രീ ആണ്, ടാക്സ് കൊടുക്കണ്ട. ദെൻ അതിൽ ഒന്ന് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇൻ ഇന്ത്യ നോക്കുക, അതായത് അതിൽ നോക്കി ദ വാല്യൂ ഓഫ് എനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ടു ദ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഇൻ എനി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ. ഇവിടെ ശ്രദ്ധിക്കുക, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ കിട്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. നോടി ശ്രദ്ധിക്കുക, എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കിട്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ കിട്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടാക്സ് ഫ്രീ ആണ്. ദെൻ രണ്ടാമത്തത് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ, അതായത് ഗവൺമെൻറ് ആവാം, ലോക്കൽ അതോറിറ്റി ആവാം, ദെൻ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ എംപ്ലോയിക്ക് കിട്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ആ എമൗണ്ട് എംപ്ലോയർ ആയിരിക്കും കൊടുക്കുന്നത്. എനി എമൗണ്ട് സ്പെൻഡ് ബൈ ദ എംപ്ലോയർ ഫോർ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി, അതും എന്ത് തന്നെയാണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് തന്നെയാണ്. ദെൻ പ്രീമിയം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിയുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആരാണ് അടക്കുന്നത്? എംപ്ലോയർ ആണ് അടക്കുന്നതെങ്കിൽ അതും എന്ത് തന്നെയാണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അഡീഷണൽ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ദെൻ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഓർ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ എംപ്ലോയി. അതായത് എംപ്ലോയി ഓൾറെഡി
ഹെൽത്ത് ഓർ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു, അത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നുണ്ട്, തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് തന്നെയാണ്. അപ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇൻ ഇന്ത്യയുടെ കേസ് അത് ഓർത്തിരിക്കുക. ഇനി ദെൻ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ കൂടുതൽ ചോദിച്ചിട്ട് കാണാറില്ല. ദെൻ നോക്കുക, ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് സ്പൗസ്, ചിൽഡ്രൻ, പാരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ആർ ഹോളി ആൻഡ് മെയിൻലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി അസസി. അതായത് അസസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, അസസീനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്പൗസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് വൈഫും വൈഫിന് ഹസ്ബൻഡുമാണ് സ്പൗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പൗസ് ആവാം, സ്പൗസ്, ചിൽഡ്രൻ, പാരൻസ്, ദെൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതായത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹോളി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം, ഈ അസസീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരെയൊക്കെ നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സായിട്ട് കൂട്ടും. അപ്പോൾ സ്പൗസ് ആവാം, അത് ഹസ്ബൻഡിന് വൈഫാവാം, വൈഫിന് ഹസ്ബൻഡാണ്, അങ്ങനെയാണ് സ്പൗസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ കുട്ടികളാവാം, അതേപോലെ തന്നെ പാരൻസ് ആവാം. ദെൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മുഴുവനായിട്ടും എന്താണ്, ഹോളി ഈ അസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെയും നമ്മൾ ഫാമിലി മെമ്പേഴ്സിൽ പരിഗണിക്കും. ദെൻ നെക്സ്റ്റ് നോക്കാം, ടീ ഓർ സ്നാക്സ്, ഫ്രീ ഫുഡ് ഓർ നോൺ ആൽക്കഹോളിക് ബിവറേജസ് പ്രൊവൈഡ് ഇൻ ദ ഓഫീസ് ഓർ ഫാക്ടറി ഓർ ത്രൂ പെയ്ഡ് വൗച്ചേഴ്സ് വിച്ച് ആർ നോട്ട് ട്രാൻസ്ഫറബിൾ. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത, അതായത് ടീ, സ്നാക്സ് തുടങ്ങിയവ എന്താണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മീൽസ് ഇൻ ഓഫീസ് അവേഴ്സ് ഈസ് നോട്ട് ടാക്സബിൾ. ഓഫീസ് അവേഴ്സിലെ മീൽസ് ടാക്സബിൾ അല്ല. ഇഫ് ദ കോസ്റ്റ് ഡസ് നോട്ട് എക്സീഡ് 50 പെർ മീൽ. അതായത് എപ്പോഴാണ് ടാക്സബിൾ അല്ലാത്തത്, നമ്മുടെ മീലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 50 പെർ മീൽ വരെ ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. നമ്മുടെ മീലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 50 രൂപ വരെ ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഇനി 50 രൂപയിൽ കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതലാവുന്നത് അത് ടാക്സബിളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മീലിന് 80 രൂപയാണെന്ന് വിചാരിക്കുക. 80 രൂപയാണെങ്കിൽ 50 രൂപ വരെ അത് എക്സംപ്റ്റഡ് ആണ്. ബാക്കി എത്ര രൂപ ടാക്സബിൾ ആണ്? 30 രൂപ ടാക്സബിൾ ആണ്. അപ്പോൾ മീലിൻ്റെ കേസ് ശ്രദ്ധിക്കുക, 50 വരെ എക്സംപ്റ്റഡ് ആണ്. എബോവ് 50 എത്രയാണോ എബോവ് 50 വരുന്നത് അത് എക്സംപ്റ്റഡ് ആണ്. ദെൻ അടുത്ത് നോക്കുക, എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിൻ്റെ എക്സ്പെൻസസ്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസിലോട്ടുള്ള എംപ്ലോയറുടെ, അതായത് എംപ്ലോയറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അതായത് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്, RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, നാഷണൽ പെൻഷൻ സിസ്റ്റം അപ് ടു 7,50,000. ഇത് മൂന്നും കൂടിയിട്ട് 7,50,000 വരെ എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ദെൻ സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ഓർ ദർ ചിൽഡ്രൻ പെയ്ഡ് ബൈ ദി എംപ്ലോയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതും ടാക്സ് ഫ്രീ തന്നെയാണ്. കൺവെയൻസ് ഫെസിലിറ്റി ഫ്രം ദ പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടു റെസിഡൻസ് ആൻഡ് ബാക്ക്. അതായത് താമസിക്കുന്ന സ്ഥലത്തു നിന്നും ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള കൺവെയൻസ് ഫെസിലിറ്റി ടാക്സ് ഫ്രീ ആണ്. ദെൻ എക്സ്പെൻസസ് ഓൺ റിഫ്രഷർ കോഴ്സ് ഫോർ എംപ്ലോയീസ്. വായിച്ചാൽ മനസ്സിലാകുന്നത് ഇല്ലു ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദ വാല്യൂ ഓഫ് നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ്. അതായത് ഇതൊക്കെ എംപ്ലോയറാണ് കൊടുക്കുന്നതെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ പെർക്വിസിറ്റ്സ് ടു എ ഗവൺമെൻറ് എംപ്ലോയി പോസ്റ്റഡ് അബ്രോഡ് ഹു ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ദെൻ പെർക്വിസിറ്റ്സ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ്. ദെൻ റെൻറ്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡഡ് ടു മിനിസ്റ്റർ, ആൻ ഓഫീസർ ഓഫ് പാർലമെൻറ്റ് ഓർ എ ലീഡർ ഓഫ് ഒപ്പോസിഷൻ. അതായത് റെൻറ്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് മന്ത്രിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനൊക്കെ നമ്മൾ കൊടുക്കുന്ന എന്താണ്, റെൻറ്റ് ഫ്രീ ഹൗസ്. ദെൻ ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡഡ് ഈവൻ ഫോർ ദ പേഴ്സണൽ യൂസ് ഓഫ് ദി എംപ്ലോയി. ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്താൽ, പീരിയോഡിക്കൽസ് ആൻഡ് ജേർണൽസ് പ്രൊവൈഡ് ചെയ്താൽ. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് എക്സീഡിങ് 20,000. ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോൺ എന്ന് പറയുന്നത് 20,000 വരെ ടാക്സ് ഫ്രീ ആണ്. 20,000 വരെ ടാക്സ് കൊടുക്കണ്ട, 20,000 കൂടിക്കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ട്രാൻസ്ഫർ ഓഫ് മൊബൈൽ അസറ്റ്സ് ആഫ്റ്റർ യൂസിങ് ഫോർ മോർ ദാൻ 10 years. അതായത് 10 വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ച അസറ്റ്, മൊബൈൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ടാക്സ് ഫ്രീ ആണ്, ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഇത്രയാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. എല്ലാവരുടെ കേസിലും ടാക്സബിൾ ആയതാണ്. ഒന്ന്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അഥവാ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ദെൻ
എനി സം പെയ്ഡ് ടു എഫക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയി ഫോർ ആനുവിറ്റി സ്കീം. അതായത് എംപ്ലോയിയുടെ ഇൻഷുറൻസിൻ്റെ ഏതെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയർ അടക്കുകയാണെങ്കിൽ ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഓർ അമെനിറ്റി ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോൺ, യൂസ് ഓഫ് മൊബൈൽ അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് മൊബൈൽ അസറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോണിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 20,000 വരെ ടാക്സ് കൊടുക്കണം. പക്ഷേ 20,000 കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ടാക്സ് കൊടുക്കണം. അപ്പോൾ അതുപോലെയുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ഇൻകം ടാക്സ് കൊടുത്താൽ അത് ടാക്സബിൾ പെർപ്പസസ് ആണ്. ദെൻ ലീഗൽ എക്സ്പെൻസസ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലീഗൽ എക്സ്പെൻസ് എംപ്ലോയർ കൊടുത്താൽ. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സൂപ്പറാനുഷൻ ഫണ്ട് RPF NPS ഓവർ 7,50,000. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 7,50,000 വരെ RPFലോട്ടും സൂപ്പറാനുഷൻ ഫണ്ടിലോട്ടും നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലോട്ടും അല്ലെങ്കിൽ സ്കീമിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് 7,50,000 വരെ ടാക്സ് കൊടുക്കണ്ട. പക്ഷെ അതിൽ കൂടുതലായാലത് ടാക്സ് കൊടുക്കണം. ദെൻ വാല്യൂ ഓഫ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ടഡ് ടു ദ എംപ്ലോയി അറ്റ് കൺസെഷണൽ റേറ്റ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ പേയ്മെൻറ്റ് ഓഫ് എനി ലോൺ ഓർ ഇൻട്രസ്റ്റ് ദർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്ത് പേയ്മെൻറ്റ് നടത്തിയാലും അത് എന്താണ് പെർപ്പസസ് ആണ് നമ്മൾ പറഞ്ഞു. അതിൽ ഇവിടെ നോക്കുക പേയ്മെൻറ്റ് ഓഫ് എനി ലോൺ ഓർ ഇൻട്രസ്റ്റ് ദർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ലോണോ ഇൻട്രസ്റ്റ് ആരടച്ചാൽ എംപ്ലോയർ അടച്ചു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ദെൻ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് ഓഫ് ചിൽഡ്രൻ ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിയുടെ മക്കളുടെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് എംപ്ലോയർ അടക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ പെർപ്പസസ് ആണ്. ഇനി പെർപ്പസസ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ് നോക്കുക. അതിന് മുന്നേ ആരാണ് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ് എന്നുള്ള കേസ് നോക്കിയേ. ഒന്ന് എ ഡയറക്ടർ ഓഫ് എ കമ്പനി, ഒന്നുകിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ. ദെൻ രണ്ടാമത്തെ പേഴ്സൺ ഹാവിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. അതായത് 20% കൂടുതൽ വോട്ടിംഗ് പവർ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയി എന്ന് പറയാം. ഒന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഡയറക്ടർ. രണ്ടാമത്തെ കേസ് പറയുന്നത് അതായത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്, ആ കമ്പനിക്കകത്ത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതിനർത്ഥം 20% എങ്കിലും അല്ലെങ്കിൽ 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവർ ആ കമ്പനിക്ക് അകത്ത് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് അൻ എംപ്ലോയി ഹൂസ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ് എക്സീഡ്സ് 50,000. അതായത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16. അതായത് നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻസ് കുറച്ച് ശേഷമുള്ള ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 50,000-നേക്കാൾ കൂടുതലാവുന്ന കേസ്. ഈ 3 കേസിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നോക്കുക പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, എനർജി ആൻഡ് വാട്ടർ പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ അറ്റ് കൺസെഷൻ. അതായത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ദെൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുത്താൽ ടാക്സബിൾ ആണ്. ദെൻ സാലറി ഓഫ് സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ആൻഡ് പേഴ്സണൽ അറ്റൻഡൻറ്റ് പ്രൊവൈഡ് ടു ദ എംപ്ലോയി. എംപ്ലോയിയുടെ അതായത് വീട്ടിലെ സ്വീപ്പറിന്, വാച്ച്മാന്, ഗാർഡനറൊക്കെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഇതൊക്കെ എംപ്ലോയർ കൊടുക്കുമ്പോഴാണത് ടാക്സബിൾ ആണ്. ദെൻ മെഡിക്കൽ ഫെസിലിറ്റി, കാർ ഓർ എനി അതർ ഓട്ടോമേറ്റീവ് കൺവെയൻസിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ബൈ എ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ടാക്സബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിനകത്ത് നമ്മൾ പറഞ്ഞ ടാക്സബിൾ പെർക്വിസിറ്റിനകത്ത് വരുന്ന റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ അഥവാ റെസിഡൻഷ്യൽ അക്കമഡേഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം, റെസിഡൻഷ്യൽ അക്കമഡേഷൻ അഥവാ RFA എന്ന് നമുക്ക് പറയാൻ പറ്റും. RFA റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ അഥവാ റെസിഡൻഷ്യൽ അക്കമഡേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 2-3 തരം കേസായിട്ടാണ് ഇത് പറയുന്നത്. നോക്കുക, ഇതിലൊന്ന് നോക്കുക, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈസൻസ് ഫീ ആണ് നമ്മുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഗവൺമെൻറ് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈസൻസ് ഫീ ആണ് വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അഥവാ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്താ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അഥവാ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഫെസിലിറ്റി എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ഏത് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അഥവാ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയിക്ക് താമസിക്കാൻ
താമസിക്കാനുള്ള ഫെസിലിറ്റി ആരെ ഏർപ്പാടാക്കി കൊടുക്കുന്നു? എംപ്ലോയർ തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നതിനെയാണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുക. അതിൽ ഒന്നാമത്തെ കേസ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈസൻസ് ഫീ ആണ് എന്താണ് വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അതർ എംപ്ലോയീസിൻ്റെ കേസ് നോക്കാം. അതർ എംപ്ലോയീസിൻ്റെ കേസിൽ 2 കേസ് വരുന്നുണ്ട്. ഓക്കെ, അതർ എംപ്ലോയീസിൻ്റെ കേസിനകത്ത് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ. അതായത് ഈ അക്കോമഡേഷൻ, ഈ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് എംപ്ലോയറുടെ തന്നെ സ്വന്തമാണ്. എംപ്ലോയറുടെ സ്വന്തം അക്കോമഡേഷൻ എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അതാണ് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ. രണ്ടാമത്തെ കേസ് നോക്കി, അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദി എംപ്ലോയർ. ഈ അക്കോമഡേഷൻ ആര് ലീസിന് എടുക്കുന്നതാണ്? എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്നതാണ്. ഒന്നാമത്തെ കേസ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എംപ്ലോയറുടെ തന്നെ സ്വന്തമാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, അത് എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുക്കുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയർ ഇത് വാടകയ്ക്ക് എടുത്തിട്ട് എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഈ 2 കേസും മനസ്സിലായല്ലോ. ഇനി നോക്കാം, അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയറിനകത്ത് നോക്കുക, എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കോമഡേഷൻ എംപ്ലോയറുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ തന്നിട്ടുണ്ടോ നോക്കുക. പോപ്പുലേഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നത്. നോക്കുക, പോപ്പുലേഷൻ എക്സീഡ്സ് 40 lakh. പോപ്പുലേഷൻ 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 10% ഓഫ് സാലറി. പോപ്പുലേഷൻ 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ സാലറിയുടെ 10%. ശ്രദ്ധിക്കുക, അതായത് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ. അക്കോമഡേഷൻ ആരുടെ സ്വന്തമാണ്? എംപ്ലോയറുടെ സ്വന്തം അക്കോമഡേഷൻ എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ 40 ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ എത്രയാണ്? സാലറിയുടെ 10%. ഇനി പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണ്. പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ, പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ എത്രയാണ്? 7.5% ഓഫ് സാലറി. പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 7.5% ഓഫ് സാലറി. സാലറിയുടെ 7.5%. ഇനി മൂന്നാമത്തെ നോക്കി, ഇനി എനി അതർ പ്ലേസ്. ഇനി എനി അതർ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിലോ എത്രയായിരിക്കും? 15 lakh. 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ, അവിടെ എഴുതി കൊടുക്കുക, 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 5% ഓഫ് സാലറി. അതായത് 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 5% ഓഫ് സാലറി. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടി നോക്കുക, അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ, എംപ്ലോയറുടെ സ്വന്തം അക്കോമഡേഷനാണ് എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ സാലറിയുടെ 10%. പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ സാലറിയുടെ 7.5%. ദെൻ പോപ്പുലേഷൻ 15 ലക്ഷത്തിലും കുറവാണെങ്കിൽ സാലറിയുടെ 5%. ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കാം രണ്ടാമത്തെ കേസ്, അതായത് അതർ എംപ്ലോയീസിൻ്റെ കേസിൽ രണ്ടാമത്തെ കേസാണ് അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദി എംപ്ലോയർ. അക്കോമഡേഷൻ എംപ്ലോയറുടെ അല്ലെങ്കിൽ കമ്പനിയുടെ സ്വന്തമല്ല, അവർ വാടകയ്ക്ക് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പനി അഥവാ എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ നോക്കുക, എനി ആക്ച്വൽ ലീസ് റെൻ്റൽ പെയ്ഡ് ഓർ പേയബിൾ ബൈ ദി എംപ്ലോയർ ഓർ 10% ഓഫ് ദ സാലറി വിച്ച് എവർ ഈസ് ലെസ്. ശ്രദ്ധിക്കാം, ഒന്ന് ആക്ച്വൽ ലീസ് റെൻ്റൽ പെയ്ഡ് ഓർ പേയബിൾ ബൈ ദി എംപ്ലോയർ ഓർ 10% ഓഫ് ദി സാലറി. ഒന്നുകിൽ ആക്ച്വൽ റെൻ്റൽ ചാർജസ്, അതായത് ആക്ച്വലി എത്രയാണോ വാടക കൊടുക്കുന്നത് റെൻ്റൽ ചാർജ്, ഓർ 10% ഓഫ് സാലറി. നോക്കാം, ഒന്നുകിൽ എത്രയാണോ വാടക കൊടുക്കുന്നത് അതല്ലെങ്കിൽ സാലറിയുടെ 10%. ഏതാണോ ലീസ്റ്റ്, ഏതാണോ ചെറുത്, ഏതാണോ ലീസ്റ്റ്, വിച്ച് എവർ ഈസ് ലെസ് ഈസ് ദ വാല്യൂ ഓഫ് അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ആൻഡ് ഗിവൺ ടു എംപ്ലോയി. ഏതാണോ ചെറുത് അതാണ് നമ്മുടെ വാല്യൂ ഓഫ് RFA എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ആണെങ്കിൽ
ആക്ച്വൽ ലീസ് റെൻ്റൽ പെയ്ഡ്, എത്രയാണോ വാടക കൊടുക്കുന്നത്, അതല്ലെങ്കിൽ സാലറിയുടെ 10%. നമ്മൾ മുകളിൽ കണ്ടില്ലേ സാലറിയുടെ 10%, 7.5%, 5% കണ്ടില്ലേ. അപ്പോൾ അതേപോലെ സാലറിയുടെ 10%. ഏതാണ് ഇത് രണ്ട് കണ്ടുപിടിച്ചിട്ട് ഏതാണോ ചെറിയ വാല്യൂ വരുന്നത് അതാണ് വാല്യൂ ഓഫ് RFA എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫർണിച്ചർ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യുക. ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അത് ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലും അത് ബാധകമാണ്. 10% ഫർണിച്ചർ ഉണ്ടെങ്കിൽ 10% ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ 10% അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 10% ആഡ് ചെയ്യാം. അപ്പോൾ അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദ എംപ്ലോയർ മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ താഴെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ദെൻ മൂന്നാമത്തെ ഒരു കേസ് പറയുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽസ് ആണ്. ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത് 15 ദിവസം വരെയാണെങ്കിൽ, അതായത് 15 ദിവസത്തിൽ കൂടുന്നില്ല, 15 ദിവസം വരെയാണ് ഹോട്ടലിൽ താമസിക്കുന്നതെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നിൽ. അതായത് എന്താണ്, പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ നില്ലാണ്, ടാക്സ് കൊടുക്കണ്ട. 15 ദിവസം വരെയാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നോക്കുക, 24% ഓഫ് ദ സാലറി ഓഫ് ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ആക്ച്വൽ റെൻ്റൽ ചാർജസ് ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് 24%, സാലറിയുടെ 24% അല്ലെങ്കിൽ ഹോട്ടൽ ചാർജസ്, ആക്ച്വൽ ഹോട്ടൽ ചാർജ് വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ ചെറുത്, ഇത് രണ്ട് കണ്ടുപിടിക്കുക, ഇതിലേതാണോ ചെറുത് അതായിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 15 ഡേയ്സ് വരെ നിന്നാൽ, 15 ദിവസം വരെയാണ് ഹോട്ടലിൽ താമസിക്കുന്നതെങ്കിൽ എന്തില്ല, ടാക്സ് കൊടുക്കണ്ട, അല്ലെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണെന്ന് നമുക്ക് പറയാം. ദെൻ രണ്ടാമത്തെ കേസ് 15 ദിവസത്തിൽ കൂടുതൽ ആവുന്ന കേസിൽ 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജസ് വിച്ച് എവർ ഈസ് ലെസ് ഈസ് ദി വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് നമുക്ക് പറയാം. സാലറിയുടെ 24% അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ ഹോട്ടൽ ചാർജ്, ഏതാണോ കുറവ് ഏതാണോ ചെറുത് അതായിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ പോപ്പുലേഷൻ്റെ കേസിൽ പറഞ്ഞു, സാലറിയുടെ 10%, സാലറിയുടെ 7.5%, സാലറിയുടെ 5%. അതേപോലെ ഇപ്പോൾ ഹോട്ടലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു സാലറിയുടെ 24%. അപ്പോൾ എന്താണ് ഈ സാലറി എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ സാലറിക്കകത്ത് വരും എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കുക, സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂയിങ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോർ ദ പർപ്പസ് ഓഫ് വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, സാലറി ഫോർ ദ പീരീഡ് ഇൻ വിച്ച് ദ ഹൗസ് ഈസ് ഒക്കുപ്പൈഡ് ബൈ ദ എംപ്ലോയീസ് കൺസിഡർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര നാൾ ഈ എംപ്ലോയി ഈ അക്കോമഡേഷൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമൊന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വർഷം മുഴുവനും ചിലപ്പോൾ എംപ്ലോയി അവിടെ താമസിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കാം, ചിലപ്പോൾ ഒരു 8 മാസമായിരിക്കാം, ചിലപ്പോൾ ഒരു 10 മാസമായിരിക്കാം. അപ്പോൾ എത്ര മാസമാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് നടത്തേണ്ടത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് പേ എന്ന് പറഞ്ഞാൽ ബേസിക് പേ അഥവാ ബേസിക് സാലറിയാണ് അവിടെ എഴുതി കൊടുക്കുക. ബേസിക് പേ അഥവാ ബേസിക് സാലറിയാണ് ഇവിടെ പേ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ DA ഫോമിങ് പാർട്ട് ഓഫ് പേ. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് ചിലപ്പോൾ DA വെറും DA നോർമൽ ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തരുവാണെങ്കിൽ നമുക്കിവിടെ സാലറി കണ്ടുപിടിക്കുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. DA ഫോമിങ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിൽ DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ DA നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. വെറും നോർമൽ ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തരുന്ന ആ DA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ RFAയുടെ സാലറി കാണുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. RFAയുടെ കേസിൽ സാലറി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോർമൽ DA എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് അതിൻ്റെ കൂടെ തരണം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് അതിൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്നുണ്ടാവണം. DA ഫോർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്നുണ്ടാവണം, അല്ലെങ്കിൽ DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്നുണ്ടാവണം, DA ഫോർ ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കാം. DA എന്ന് മാത്രം എന്താണ് ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ ടാക്സബിൾ പാർട്ട് ഓഫ് അലവൻസ്, അതായത് എല്ലാ ടാക്സബിൾ അലവൻസും നമുക്ക് ഇവിടെ എടുക്കാം. ചിലപ്പോൾ പാർട്ട്ലി ടാക്സബിൾ ആയിരിക്കും, അതായത് പകുതി മാത്രം ടാക്സബിൾ ആവുന്ന അലവൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണോ ടാക്സബിൾ ആവുന്നത്, പകുതി മാത്രം എന്നല്ല, ഇത്ര പോർഷൻ ടാക്സബിൾ ആവുന്ന അലവൻസസ് ഉണ്ടാവും. അപ്പോൾ എത്രയാണോ ടാക്സബിൾ ആവുന്നത് അത് നമുക്ക് എടുക്കാം.
ഓക്കെ, അപ്പോൾ ടാക്സബിൾ അലവൻസ് എടുക്കാം, നമുക്ക് വഴിയെ നോക്കാം. ദെൻ ബോണസ് എടുക്കാം, കമ്മീഷൻ എടുക്കാം, പെൻഷൻ എടുക്കാം, മറ്റു മോണിറ്ററി പേയ്മെൻറ്റ്സ് എല്ലാം എടുക്കാം. അപ്പോൾ ഇതിനകത്ത് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്ന് ഡിയർനെസ് അലവൻസ്, ഡി എടുക്കാൻ പറ്റില്ല. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എടുക്കാൻ പറ്റില്ല. എക്സംപ്റ്റ് അലവൻസ് നമ്മൾ പറഞ്ഞു ടാക്സബിൾ പോർഷൻ ഓഫ് അലവൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ എക്സംപ്റ്റ് അലവൻസ് എടുക്കാൻ പറ്റില്ല, അതായത് ടാക്സ് കൊടുക്കേണ്ടാത്ത, എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അലവൻസസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, മറ്റു പെർക്വിസിറ്റ്സ് ഒന്നും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കുറേ പെർക്വിസിറ്റ്സിനെ പറ്റി പഠിച്ചില്ലേ, അപ്പോൾ അതൊന്നും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് പ്രൊവൈഡ് ഫ്രീ ഓഫ് കോസ്റ്റ് അണ്ടർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രകാരം കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ദെൻ എനി പേയ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റില്ല. അരിയേഴ്സ് ഓഫ് സാലറി, അഡ്വാൻസ് സാലറി, ഇതൊന്നും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം? ബേസിക് പേ അഥവാ ബേസിക് സാലറി എടുക്കാം. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡി പി, ഡിയർനെസ് പേ എടുക്കാം കേട്ടോ. ഇവിടെ പേ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബേസിക് പേ എടുക്കാം, അതേപോലെ ഡിയർനെസ് പേയും എടുക്കാം. ഡി പി ബേസിക് പേ പോലെ തന്നെയാണ് ഡിയർനെസ് പേയും ഡി പി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് പേ എടുക്കാം, ഡിയർനെസ് പേ എടുക്കാം, അഥവാ ഡി പി എടുക്കാം. ദെൻ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് തന്നാൽ എടുക്കാം. നോർമൽ ഡി എടുക്കാൻ പറ്റില്ല. ബോണസ് എടുക്കാം, കമ്മീഷൻ എടുക്കാം, പെൻഷൻ എടുക്കാം, മറ്റ് ടാക്സബിൾ അലവൻസസ് ഒക്കെ എടുക്കാം, മറ്റു മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. Mr. Salim is an employee in a company in Chennai. The company has provided him a residential accommodation. His salary details for the year 25-26 as follows. ഞാൻ കഴിഞ്ഞ അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025-26 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. 2026-27 നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ 2025-26 വർഷത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2025-26 വർഷത്തെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ബേസിക് സാലറി 30,000 പെർ മന്ത് തന്നിട്ടുണ്ട്. ഡിയർനെസ് അലവൻസ് ഡി എ 50% ഓഫ് സാലറി, അതിൽ 50% ഫോമിംഗ് പാർട്ട് ഓഫ് പേ. അതായത് ഡി എ എന്ന് പറയുന്നത് സാലറിയുടെ 50% ആണ്. അതായത് 30,000 പെർ മന്ത്, നമ്മൾ പെർ മന്ത് ഒരു വർഷത്തോട്ട് കൺവേർട്ട് ചെയ്യുമല്ലോ, നമ്മൾ ഇയർ ബേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബേസിക് സാലറി നമ്മൾ ഒരു വർഷത്തേക്ക് കാണും, അതിൻ്റെ 50% ആണ് ഡി എ. നോർമൽ ഡി എന്ന് പറയുന്നത് സാലറിയുടെ 50% ആണ്, അതിൻ്റെയും 50% ആണ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ. അപ്പോൾ സാലറിയുടെ 50% ആണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ 50% ആണ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദെൻ ബോണസ് തന്നിട്ടുണ്ട് 5,000 പെർ മന്ത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2,000 പെർ മന്ത്. ടാക്സബിൾ തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. The company has provided free electricity, gas and water, the cost of which amounted to 24,000 during the year. അത് perquisites ആണ്. Then in respect of the accommodation, the company recovered 3,000 per month from his salary. അതായത് ഈ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് 3,000 രൂപ വെച്ചിട്ട് ഈ അക്കോമഡേഷന് വേണ്ടിയിട്ട് കമ്പനി വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്ന് കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് ഇൻക്ലൂഡിബിൾ ഇൻ ദ സാലറി ഓഫ് മിസ്റ്റർ സലീം. Then what will be your answer if Mr. Salim occupies the house from 1/6/2025? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് രണ്ടും റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ കേസിൽ പറയുന്നത് ഒരു വർഷത്തേക്കുള്ള റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ ഓഫ് പർച്ചേസസ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തത് 1/6/2025 മുതലാണ് ഈ അക്കോമഡേഷൻ കിട്ടുന്നതെങ്കിൽ എത്രയായിരിക്കും ടാക്സബിൾ വാല്യൂ ഓഫ് RFA എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, ഹെഡിങ് കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് പ്രീവിയസ് ഇയർ 25-26 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും എല്ലാത്തിനും ഹെഡിങ് കൊടുക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഹെഡിങ് കൊടുക്കുക. ദെൻ രണ്ടാമത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കോളം ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് മെയിനായിട്ടൊരു കോളം എന്ത് ചെയ്യുക, നിങ്ങൾ വരക്കുക. 2 എമൗണ്ട് കോളം കാണിച്ചുകൊണ്ടുള്ള ഒരു കോളം നിങ്ങൾ എല്ലാ ആൻസറിലും വരച്ചിരിക്കണം. അപ്പോൾ നോക്കുക, ഒന്ന് ഇഫ് ദ ഹൗസ് ഇസ് ഒക്കുപ്പൈഡ് ത്രൂ ഔട്ട് ദി ഇയർ, അതായത് ഒരു വർഷം
മുഴുവനും അക്കോമഡേഷൻ അവർ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക. ഇതിൽ നമുക്കറിയാം ഇവിടെ അക്കോമഡേഷൻ നോക്കിയത് കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഹിം എ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ തന്നെ അക്കോമഡേഷൻ ആയിരിക്കും. റെൻറ്റിന് എടുക്കുന്നതായിട്ട് പറയുന്നില്ല, ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല, ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അക്കോമഡേഷൻ ആരുടെ തന്നെ ആയിരിക്കും? എംപ്ലോയറുടെ തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ അക്കോമഡേഷൻ ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ തന്നെ അല്ലെങ്കിൽ എംപ്ലോയറുടെ തന്നെ അക്കോമഡേഷൻ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു? പോപ്പുലേഷൻ ആയിരുന്നു. അപ്പോൾ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞ കേസ് നോക്കി ആലോചിച്ച് നോക്കിയേ. പോപ്പുലേഷൻ 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്രയായിരുന്നു? 10%, സാലറിയുടെ 10%. ദെൻ പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 7.5%. ദെൻ പോപ്പുലേഷൻ ബിലോ 15 lakh ആണെങ്കിൽ 15 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 5%. ഇങ്ങനെയല്ലേ നമ്മൾ റേറ്റ് പഠിച്ചത്? അതെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, നമുക്ക് പോപ്പുലേഷൻ തന്നിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പോപ്പുലേഷൻ തന്നിട്ടില്ല. അങ്ങനെ പോപ്പുലേഷൻ തരാത്ത ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ നോക്കേണ്ടത് പോപ്പുലേഷനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് പോപ്പുലേഷൻ തന്നിട്ടില്ല. പകരം നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. മിസ്റ്റർ സലീം ഇസ് ആൻ എംപ്ലോയി ഇൻ എ കമ്പനി ഇൻ ചെന്നൈ എന്ന് തന്നിട്ടുണ്ട്. ചെന്നൈ ആകുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പോപ്പുലേഷൻ എബോവ് 40 lakh ആയിരിക്കും. 40 ലക്ഷത്തിൽ കൂടുതലായിരിക്കും പോപ്പുലേഷൻ. നമുക്കൊരു റിമോട്ട് ഏരിയ അല്ലെങ്കിൽ റിമോട്ട് വില്ലേജാണ് നമുക്ക് തരുന്നതെങ്കിൽ 15 ലക്ഷത്തിൽ കുറവായിരിക്കും പോപ്പുലേഷൻ. അപ്പം അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ചെന്നൈ ആയതുകൊണ്ട് തന്നെ എബോവ് 40 lakh ആയിരിക്കും. 40 ലക്ഷത്തിൽ കൂടുതലായിരിക്കും പോപ്പുലേഷൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് സാലറിയുടെ എത്ര ശതമാനമാണ്? 10% നമ്മൾ കാണേണ്ടത്. സാലറിയുടെ 10% ആണ് നമ്മൾ കാണേണ്ടത്. ഇതെവിടെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ആ കണ്ടീഷൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സാലറിയുടെ 10% നമ്മൾ കാണേണ്ടത്. ഇനി നോക്കിയാൽ നമ്മൾ പറഞ്ഞു സാലറി എന്ന് പറയുമ്പോൾ RFIയുടെ കേസിൽ ഈ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ എടുക്കാം നോക്കിയേ. ബേസിക് സാലറി പറയുന്നുണ്ട് 30,000 പെർ മന്ത്. ബേസിക് സാലറി എടുക്കാം. ദെൻ DA എടുക്കാൻ പറ്റുമോ? നോർമൽ DA പറ്റില്ല, പക്ഷെ എന്ത് പറ്റും? ഫോമിംഗ് പാർട്ട് ഓഫ് പേ പറ്റും. അപ്പോൾ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ നമുക്ക് എടുക്കാം. ബോണസ് എടുക്കാൻ പറ്റൂലേ? പറ്റും. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ടാക്സബിൾ അലവൻസ് എല്ലാം പറ്റും. ദെൻ കമ്പനി ഹാസ് പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ. അത് പറ്റുമോ? അത് പെർക്വിസിറ്റ്സ് ആണല്ലേ. മറ്റ് പെർക്വിസിറ്റ്സ് ഒന്നും നമുക്ക് RFI കാണുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന 4 ഐറ്റംസാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് നമ്പർ ഇടുക. ഇഫ് ദ ഹൗസ് ഇസ് ഒക്കുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നൊന്ന് നമ്പർ കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RFA, സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അഥവാ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി സാലറിക്കകത്ത് എന്തൊക്കെ വരും? ഇവിടെ നോക്കിയേ. ഒന്ന് ബേസിക് സാലറി ബ്രാക്കറ്റിൽ 30,000 പെർ മന്ത് ആണ്. അപ്പോൾ 30,000 × 12, 30,000 × 12. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്നർ കോളത്തിൽ തന്നെ ചെയ്യാം. ആദ്യത്തെ എമൗണ്ട് കോളത്തിൽ തന്നെ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ ഇതിനെ മാറ്റാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ബേസിക് സാലറി 30,000 × 12 3,60,000 എന്ന് കിട്ടും. ദെൻ DA, ഡിയർനെസ് അലവൻസ് നമുക്കറിയാം. നോർമൽ DA എടുക്കില്ല. അപ്പോൾ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് കൊടുക്കുക കേട്ടോ. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് കൊടുക്കുക. ശ്രദ്ധിച്ചേ, ബേസിക് സാലറി എത്ര കിട്ടി? 3,60,000 കിട്ടി ഇല്ലേ? ബേസിക് സാലറി 30,000 × 12 3,60,000 കിട്ടി. ഈ ബേസിക് സാലറിയുടെ 50% ആണ് DA. അതായത് 3,60,000 50% ആണ് നോർമൽ DA എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? 1,80,000 ആയിരിക്കും അല്ലേ? 3,60,000 50% ആണ് നോർമൽ DA. അത് 1,80,000 ആണ്. അതിൻ്റെയും 50% ആണ്. അതായത് ഈ 1,80,000 50% ആണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ. അപ്പോൾ 1,80,000 50% എന്ന് പറയുമ്പോൾ 90,000 ആണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ വരെ. അങ്ങനെയാണ് ഇവിടെ 90,000 വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക് സാലറിയുടെ 50% ആണ് നോർമൽ DA. പക്ഷേ RFA കാണുമ്പോൾ നമ്മൾ നോർമൽ DA എടുക്കില്ല. വെറും ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തന്നെ എടുക്കില്ല. ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രമേ എടുക്കൂ. അപ്പോൾ ഈ 3,60,000 50%, അതായത് 1,80,000. ഈ 1,80,000 50% 50% ആണ് നമ്മുടെ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് പറയുന്നത്. അത് നമുക്ക് 90,000 എന്ന് കിട്ടും. ഓക്കെ. ദെൻ ബോണസ് 5,000 പെർ മന്ത് ആണ്. അപ്പോൾ 5,000 × 12 60,000. ഓക്കെ.
ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2000 ഇൻറ്റു 12, 2000 പെർ മന്താണ്, 2000 ഇൻറ്റു 12 24,000. അങ്ങനെ ടോട്ടൽ സാലറി ഇത് ടോട്ടൽ ചെയ്യുക 5,34,000 കിട്ടും. 5,34,000 നമ്മുടെ സാലറി. RFAക്ക് വേണ്ടിയിട്ടുള്ള സാലറി 5,34,000 ആണ്. ഈ 5,34,000-ൻ്റെ 10% നമ്മുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. 5,34,000-ൻ്റെ 10%. നമ്മൾ പറഞ്ഞില്ലേ 10% ഓഫ് സാലറി. ചെന്നൈ ആയതുകൊണ്ട് പോപ്പുലേഷൻ എബവ് 40 lakh ആയതുകൊണ്ട് അപ്പോൾ എഴുതാം വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് എഴുതിയിട്ട് പോപ്പുലേഷൻ എബവ് 40 lakh എന്ന് കൊടുക്കുക. ബ്രാക്കറ്റിനകത്ത് ചെന്നൈ എന്നും കൂടി കൊടുക്കുക. ചെന്നൈ ആയതുകൊണ്ട് 40 lakhന് എബവ് ആയിരിക്കും പോപ്പുലേഷൻ, അതുകൊണ്ട് 10% ഓഫ് സാലറി എന്ന് കൊടുക്കുക. അപ്പോൾ 5,34,000-ൻ്റെ 10% 53,400. അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾ ഈ സാലറി കിട്ടുന്ന സമയത്ത് അവിടെ അണ്ടർലൈൻ ചെയ്യട്ടെ, കാരണം ആ സാലറിനെ ഉപയോഗിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ 10% നമ്മുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആൻസറിൻ്റെ അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് നമുക്ക് 53,400 കിട്ടും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ദ കമ്പനി റിക്കവേർഡ് 3,000 പെർ മന്ത് ഫ്രം ഹിസ് സാലറി. 3,000 വെച്ചിട്ട് ഒരു മാസം 3,000 വെച്ചിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കമ്പനി ഒരു എമൗണ്ട് പിടിക്കുന്നുണ്ട്, 3,000 വെച്ച് പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? കുറക്കണം. കാരണം അത് എംപ്ലോയിക്കുള്ള എക്സ്പെൻസ് ആണ്. എംപ്ലോയി അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ്. എംപ്ലോയി അങ്ങോട്ട് കൊടുക്കുന്ന എക്സ്പെൻസിന് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അത് എംപ്ലോയിയുടെ എക്സ്പെൻസ് ആണ്, അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഏത് കേസിലും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ടാക്സ് പർപ്പസിന് വേണ്ടി കുറക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ലെസ് എമൗണ്ട് റിക്കവർഡ് 3,000 ഇൻറ്റു 12, 3,000 വെച്ചിട്ട് 12 മാസത്തേക്ക് 36,000 രൂപ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ബാക്കി 17,400 ടാക്സബിൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. 17,400, 53,400 36,000 കുറക്കുമ്പോൾ 17,400 നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് മിസ്റ്റർ സലീം ഒക്കുപ്പൈസ് എ ഹൗസ് ഫ്രം 1/6/2025. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു വർഷത്തേക്കുള്ളതാണ്. ഇനി സലീം ഇത് 1/6/2025 ഈ ഹൗസ് എടുക്കുന്നതെങ്കിൽ എത്ര, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 1/4/25 മുതൽ 31/3/26 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ അക്കോമഡേഷൻ നമുക്ക് കിട്ടുന്നില്ല, 1/6 കിട്ടുന്നത്. അപ്പോൾ 1/6 മുതൽ, അതായത് ജൂണാണ്, ജൂൺ മാസം 2025 ജൂൺ മാസം. ഓക്കെ, അപ്പോൾ ജൂൺ മാസം അക്കോമഡേഷൻ ഉണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇനി 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, എത്ര മാസം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മാസം. ഓക്കെ, 10 മാസം. അതല്ലെങ്കിൽ എങ്ങനെ കണ്ടാൽ മതി? ജൂൺ മുതലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഏത് മാസം ഇല്ല? 1/4/2020, അതായത് ഏപ്രിലും മെയ്യും ഇല്ല. ജൂൺ മുതലാണ്. ജൂൺ മുതൽ അടുത്ത മാർച്ച് വരെയാണ് നമ്മൾ ഈ അക്കോമഡേഷൻ ഒക്കുപ്പൈ ചെയ്യുന്നതെങ്കിൽ എത്ര മാസം? 12 2 മാസം കുറച്ചാൽ മതി. അപ്പോൾ 10 മാസമാണ് ഈ ഹൗസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 10 മാസത്തേക്ക് കാണും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 10 മാസത്തേക്ക് കാണും. നോക്കുക, നമ്മൾ ഒരു വർഷത്തേക്കുള്ളത് നമുക്ക് കിട്ടി. സാലറി എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഒരു വർഷത്തേക്ക് നമ്മുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് നമുക്ക് കിട്ടി 53,400, അല്ലെങ്കിൽ 5,34,000 സാലറി എന്ന് നമുക്ക് കിട്ടി, ഇല്ലേ? അപ്പോൾ അത് തന്നെ നോക്കുക, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസിന് ചെന്നൈ എന്നിട്ട് 10% 5,34,000, 53,400. ഈ 53,400 എന്ന് പറയുന്നത് 12 മാസത്തേക്കുള്ളതാണ്. 53,400 നമുക്ക് കിട്ടിയത്, RFAയുടെ വാല്യൂ കിട്ടിയത് 12 മാസത്തേക്കാണ്. അപ്പോൾ അതിനെ 10 മാസത്തേക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 53,400 ഇൻറ്റു 10/12 ഇൻറ്റു 10/12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 മാസത്തേക്കുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ വാല്യൂ ഫോർ 10 മന്ത്സ്, അതാണ് വാല്യൂ ഫോർ 10 മന്ത്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 53,400 എന്നുള്ളത് ഒരു വർഷത്തേക്കുള്ളതാണ്, അല്ലെങ്കിൽ 12 മാസത്തേക്കുള്ളതാണ്. അതിൽ നമുക്ക് 10 മാസത്തേക്കാണെങ്കിൽ എന്ത് ചെയ്താൽ 53,400 ഇൻറ്റു 10/12 ചെയ്താൽ നമുക്ക് 10 മാസത്തേക്കുള്ളത് കിട്ടും. എത്ര കിട്ടും? 44,500 കിട്ടും. അതിൽ നിന്ന് എമൗണ്ട് റിക്കവേർഡ് എന്ന് പറയുമ്പോൾ 3,000 വെച്ചിട്ട് എത്ര മാസമാണ്? 3,000 വെച്ചിട്ട് എത്ര മാസമാണ്? 10 മാസമാണ്. 12 മാസം ഉണ്ടോ? ഇല്ല. അക്കോമഡേഷൻ കിട്ടുന്നവർ മാത്രമേ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ 3,000 ഇൻറ്റു 10 മാസത്തേക്ക്
അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 3000 വെച്ചിട്ട് 10 മാസത്തേക്ക് 30,000 രൂപ അതിൽ നിന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറക്കുക, 44,500 നിന്ന് 30,000 കുറക്കുക. അപ്പോൾ പെർക്വിസിറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് 14,500 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 14,500 കിട്ടും. ഈ ഒരു പ്രോബ്ലം മനസ്സിലായോ? ഇത് കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ഫെലിക്സ് റിസീവ്സ് ദ ഫോളോയിങ് ഇമോളുമെൻറ്റ്സ് ഫ്രം എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എൻഡിങ് March 31, 2026. ബേസിക് സാലറി 92,000 തന്നിട്ടുണ്ട്. DA 8,000 ബ്രാക്കറ്റിൽ 48% ഇൻക്ലൂഡിബിൾ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതായത് ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ് 48%. ദെൻ സ്പെഷ്യൽ അലവൻസ് 20,000. ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ ഫിലിക്സ് 7,000. അതായത് എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ അലവൻസ് 4,800. ടോട്ടൽ അലവൻസ് പെയ്ഡ് ഫോർ 3 ചിൽഡ്രൻ തന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസിന് എക്സംഷൻ ഉണ്ട്, അത് നമുക്ക് പറയാം. ദെൻ മിസ്റ്റർ ഫെലിക്സ് ഇസ് എ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി. പെൻഷൻ റിസീവ്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഈസ് 3,070 per month. He has been provided a rent-free unfurnished house by the employer from September 1, 2025. ഇപ്പോൾ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. September 1, 2025 ഈ ഒരു റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് ആണ്, ഫർണിച്ചർ ഇല്ലാത്ത ഈ ഒരു എന്താണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നോക്കുക എത്ര മാസം ഉണ്ടെന്ന് നോക്കിയേ. September 1 മുതലാണ്. ഓക്കെ, September 1 മുതലാണ്, September 1 to March 31 വരെയാണ്. അത് September 1, 2025 മുതൽ March 31, 2026 വരെ. എത്ര മാസം ഉണ്ട് നോക്കിയാൽ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 7 മാസമാണ് ഉള്ളത്. കൗണ്ട് ചെയ്തില്ലേ നിങ്ങൾ? September 1 മുതൽ മാർച്ച് വരെ കൗണ്ട് ചെയ്യുക. 7 മാസമാണ് വരുന്നത്. അപ്പോൾ ഈ 7 മാസത്തേക്കാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വർഷത്തേക്ക് കണ്ടിട്ട് അതിനെ 7 മാസത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻറ്റു 7/12 ചെയ്താൽ മതി. കാരണം ഇവിടെ ബേസിക് സാലറി നമുക്ക് തന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ്. 92,000 തന്നത് മന്ത്ലി ആണോ? അല്ല. ഓക്കെ, മന്ത്ലി ആണെങ്കിൽ നമുക്ക് എല്ലാം ഡയറക്റ്റ് ഇൻറ്റു 7 ചെയ്താൽ മതി, ഒരു വർഷത്തേക്ക് കാണണ്ട. പക്ഷേ ഇവിടെ നമുക്ക് ബേസിക് സാലറി നമുക്ക് ഇയർലി ആണ് തന്നിരിക്കുന്നത് 92,000. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്താണ് 7 മാസത്തേക്കാണ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷത്തേക്ക് കണ്ട ശേഷം ഇൻറ്റു 7/12 ചെയ്താൽ മതി. ഇനി ഫൈൻഡ് ഔട്ട് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. 4 കേസാണ്. ഒന്ന്, ഹൗസസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ഇൻ എ ടൗൺ, പോപ്പുലേഷൻ 30 ലക്ഷം. രണ്ടാമത്തെ പോപ്പുലേഷൻ 80 ലക്ഷം. 3 ടേക്കൺ ഓൺ ലീസാണ്. ലീസ് വാല്യൂ തന്നിട്ടുണ്ട് 1000 പെർ മന്തും. രണ്ടാമത്തത് 10,000 പെർ മന്തും. അപ്പോൾ ഇത് ചെയ്യാനും ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സാലറി ഫോർ ദി പർപ്പസ് ഓഫ് പെർക്വിസിറ്റ്സ് വാല്യൂഷൻ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് കണ്ടുപിടിക്കണം. സാലറി കണ്ടുപിടിക്കണം. സാലറി കണ്ടുപിടിച്ചിട്ടാണ് ഈ പറയുന്ന 4 കേസ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് കൊടുക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, കോളം വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RFA എന്ന് കൊടുക്കുക. സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RFA. മെയിൻ ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ വാല്യൂ ഓഫ് RFA എന്ന് കൊടുക്കുക. താഴെ സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RFA എന്ന് കൊടുക്കുക. എന്നിട്ട് സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ നോക്കിയേ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഒന്ന്, ബേസിക് സാലറി. ബേസിക് സാലറി ഡയറക്റ്റ് 92,000 നമുക്ക് ഇയർലി ആണ്, 92,000 എഴുതാം. ഇനി DA നമുക്കറിയാം. നോർമൽ DA എടുക്കുമോ? ഇല്ല. DA നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ അത് അങ്ങനെ എഴുതാം. DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് കൊടുക്കുക. 8,000 ആണ് ടോട്ടൽ DA. 8,000-ൻ്റെ 48% ഇൻക്ലൂഡിബിൾ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. 8,000-ൻ്റെ 48% റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ 8,000-ൻ്റെ 48% നമ്മൾ കണ്ടുപിടിക്കണം. എത്ര വരും? 8,000-ൻ്റെ 48% കണ്ടേ 3,840 രൂപ നമുക്ക് കിട്ടി. ഇനി സ്പെഷ്യൽ അലവൻസ്. സ്പെഷ്യൽ അലവൻസ് ടാക്സബിൾ അലവൻസ് ആണ്, അത് എഴുതുക. സ്പെഷ്യൽ അലവൻസ് 20,000 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ ഫിലിക്സ്. അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയിയുടെ ഇൻകം ടാക്സ് അടക്കുന്ന ഒരു പെർക്വിസിറ്റ്സ് ആണ്. അത് നമ്മൾക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട, അഥവാ അവിടെ കാണിച്ചാലും അവിടെ നില്ലിട്ട് കൊടുക്കുക. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ അലവൻസ്. എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസിൽ എഡ്യൂക്കേഷൻ അലവൻസ് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് അല്ല, അതിന് എക്സംഷൻ വരുന്നുണ്ട്. ആ എക്സംഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസിൽ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട്
ഒരു മാസം എക്സംഷൻ കിട്ടും. അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും. ശ്രദ്ധിക്കുക, ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് ഒരു മാസം, അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ഒരു കുട്ടിക്ക് 100 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ആ കുട്ടിക്ക് എത്ര കിട്ടും? 1200 രൂപ കിട്ടും. ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസമെങ്കിൽ 12 മാസത്തേക്ക് 1200 രൂപ കിട്ടുമല്ലോ. അതേപോലെ അങ്ങനെ 1200 വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസ് ശ്രദ്ധിക്കുക, ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് 1200 രൂപ കിട്ടും. അങ്ങനെ 2 കുട്ടികൾക്ക് മാക്സിമം എക്സംഷൻ കിട്ടും. അപ്പോൾ 2 കുട്ടികൾ വരുന്ന സമയത്ത് മാക്സിമം എക്സംഷൻ എത്ര വരും? 2400. നമ്മളെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ 100 ഇൻറ്റു 12 ഇൻറ്റു 2 ചെയ്യും. 100 രൂപ വെച്ചിട്ട് ഒരു മാസം, അപ്പോൾ ഒരു വർഷത്തേക്ക് ഇൻറ്റു 12, 100 ഇൻറ്റു 12 ഇൻറ്റു 2 കുട്ടികൾക്ക്, അപ്പോൾ 2400 നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹോസ്റ്റൽ അലവൻസ് ഉണ്ട്. ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്നത് 300 വെച്ചിട്ട് ഒരു മാസം മാക്സിമം 2 കുട്ടികൾക്ക് കിട്ടും. 300 വെച്ചിട്ട് ഒരു മാസം, അങ്ങനെ 300 വെച്ചിട്ട് ഒരു വർഷത്തേക്കാണ് 300 ഇൻറ്റു 12 ഇൻറ്റു 2 കുട്ടികൾക്ക് ഈ ഒരു എക്സംഷനും കിട്ടും. അപ്പോൾ ഹോസ്റ്റൽ അലവൻസും എഡ്യൂക്കേഷൻ അലവൻസും ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ അലവൻസ് 100 രൂപ വെച്ചിട്ട് ഒരു കുട്ടിക്ക്, അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക്. ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുമ്പോൾ 300 രൂപ വെച്ചിട്ട് മാക്സിമം 2 കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 4800 ആണ്. ടോട്ടൽ നമുക്ക് തന്നിട്ടുള്ളത് 4800 ആണ്. ഈ 4800-ൽ ലെസ് എക്സംഷൻ, ഓക്കെ, ലെസ് എക്സംഷൻ അത് അവിടെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് എഴുതണം. എഡ്യൂക്കേഷൻ അലവൻസ് ഇന്നർ കോളത്തിൽ വേണേൽ ചെയ്യാൻ, അകത്തൊരു കോളം വരച്ചിട്ട് അത് ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇന്നർ കോളത്തിൽ ചെയ്തിട്ട് ബാക്കി മാത്രം ഔട്ടറിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് 4800 ആണ് നമുക്ക് 3 കുട്ടികൾക്കായിട്ട് ഉള്ളത് കിട്ടിയത്. അതിൽ നിന്ന് എക്സംഷൻ എന്ന് പറയുന്നത് 100 ഇൻറ്റു 12 ഇൻറ്റു 2 എത്ര വരും? 2400. അപ്പോൾ 4800 നിന്ന് 2400 കുറച്ചാൽ ബാക്കി 2400 നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതാം. ഓക്കെ, മനസ്സിലായോ? എഡ്യൂക്കേഷൻ അലവൻസ് 4800 ആണ് കിട്ടുന്നത്. ആ 4800 നിന്ന് എക്സംഷൻ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് മാക്സിമം 2 കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ 100 ഇൻറ്റു 12 ഇൻറ്റു 2 ഒരു വർഷത്തേക്കാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് 2400 കുറക്കുക, ബാക്കി 2400 ടാക്സബിളാണ്. സ്പെഷ്യൽ അലവൻസ് നമ്മൾ എഴുതിയില്ലേ. ദെൻ അടുത്ത് വരുന്നത് മിസ്റ്റർ ഫെലിക്സ് ഇസ് എ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി. പെൻഷൻ റിസീവ്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഈസ് 3770 പെർ മന്ത്. പെൻഷൻ എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ആണ്, ഫുള്ളി ടാക്സബിൾ ആണ്. 3070 ഇൻറ്റു 12 36840 കിട്ടും. ഒരു വർഷത്തേക്ക് പെൻഷൻ 36840 കിട്ടും. കഴിഞ്ഞില്ലേ? അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് എല്ലാം ടോട്ടൽ ചെയ്യുക. അതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കുള്ള സാലറി 1,55,080, 1,55,080 ഒരു വർഷത്തേക്കുള്ള സാലറി നമുക്ക് കിട്ടുന്നത്. 1,55,080 ഒരു വർഷത്തേക്കുള്ള. അതിന് 7 മാസത്തേക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 7/12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 7 മാസത്തേക്കുള്ള സാലറി കിട്ടും. 90,463. 90,463 ആണ്. 90,463 ആണ്. പോയിൻ്റ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ റൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 90,463 ആണ് നമുക്ക് കിട്ടിയ 7 മാസത്തേക്കുള്ള സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് RFIയുടെ വാല്യൂ കാണാം. 4 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്. ഒന്നാമത്തെ നോക്കി, ഹൗസ് ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ഇൻ എ ടൗൺ ഇൻ വിച്ച് പോപ്പുലേഷൻ ഈസ് 30 lakh. 30 ലക്ഷമാണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയാണ്? പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിൽ വരുന്ന കേസാണ്. അത് സാലറിയുടെ 7.5%. അപ്പോൾ സാലറി ഓൾറെഡി നമ്മൾ കണ്ടു. 7 മാസത്തേക്കുള്ള സാലറി 90,463 ആണ്. അതിൻ്റെ 7.5% ഈ ഒരു കേസിൻ്റെ ആൻസർ വരിക. അപ്പോൾ 90,463യുടെ 7.5% എന്ന് പറയുന്നത് 6,785 ആണ് വരിക. അതാണ് നമ്മുടെ ടാക്സബിൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്. ഒന്നാമത്തെ കേസിൽ റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, പോപ്പുലേഷൻ 80 ലക്ഷമാണ്. പോപ്പുലേഷൻ 80 ലക്ഷമാണെങ്കിൽ
അതായത് പോപ്പുലേഷൻ എബോവ് 40 40 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കേസ് സാലറിയുടെ 10%. സാലറിയുടെ 10%. അപ്പോൾ സാലറി എന്ന് പറയുന്നത് 90,463യുടെ 10%, അതായത് 9,046.3 വരും. ഓക്കെ, അത് റൗണ്ട് ചെയ്യുക കേട്ടോ, പോയിൻ്റ് ഒഴിവാക്കുക. അപ്പോൾ 9,046. ഏത് കേസിലും പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് റൗണ്ട് ചെയ്യാം. 9,046. മൂന്നാമത്തെ കേസ് ഓക്കെ, ഹൗസ് ഇസ് ടേക്കൺ ഓൺ ലീസ് ബൈ ദി എംപ്ലോയർ. റെൻറ്റിന് എടുക്കുന്നതാണ്. റെൻറ്റ് ചാർജ് എത്രയാണ്? ഒരു മാസം 1000 രൂപയാണ്. അപ്പോൾ നോക്കുക, റെൻറ്റിന് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്? ഒന്ന് 10% ഓഫ് സാലറി ഓർ റെൻ്റൽ ചാർജ്. 10% സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് സാലറി? 90,463. 10% വരുമ്പോൾ 9,046. ഓർ ആക്ച്വൽ റെൻ്റൽ ചാർജ് വരുമ്പോൾ 1000 പെർ മന്താണ്. അപ്പോൾ 1000 ഇൻറ്റു 12 വേണോ? ഇല്ല. എത്ര മാസമാണ്? 7 മാസം. അപ്പോൾ 9,046 ഓർ 7,000 വിച്ച് എവർ ഈസ് ലെസ്. ഏതാ ലെസ്? 7,000 ആണ് ലെസ്, അല്ലെങ്കിൽ ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 7,000 ആണ് വരിക. ദെൻ നാലാമത്തെ കേസ് ഓക്കെ, ഹൗസ് ഇസ് ടേക്കൺ ഓൺ ലീസ് ബൈ ദി എംപ്ലോയർ. അതിൽ 10,000 ആണ് ഒരു മാസത്തേക്ക് റെൻ്റൽ ചാർജ് തന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ റെൻ്റൽ ചാർജ് എത്ര വരും? 10,000 ഇൻറ്റു 7 എത്ര വരും? 70,000. ദെൻ 10% എന്ന് പറയുമ്പോൾ എത്ര തന്നെ വരും? 9,046 തന്നെ വരും, മാറ്റമില്ലല്ലോ. വിച്ച് എവർ ഈസ് ലെസ്. ഏതാ ചെറുത്? 9,046 ആണ് ചെറുത്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. RFAയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.